FC ബാർസലോണ എന്ന് പറയുന്ന ക്ലബ്ബ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തീർത്ത് അതല്ലെങ്കിൽ പൂവണിയിച്ച ഒരിടം തന്നെയായിരുന്നു. യൂറോപ്പിനെ ഫുട്ബോളിക ആവേശം നൽകിയ ഒരു ടീമായിരുന്നു. ലക്ഷക്കണക്കിന് ആരാധകർ ഇടനെഞ്ചിലേറ്റിയ ഒരു വണ്ടർ ക്ലബ്ബായിരുന്നു. പിൽക്കാലത്തെ ഒരു ബാർസലോണ എന്ന് പറയുമ്പോൾ ഏതൊരു ആരാധകൻ്റെയും മനസ്സിലേക്ക് ഓടി വരുന്നത് മെസ്സിയും സാവിയും ഇനിയേസ്റ്റയും സുവാരസും നെയ്മറും പുയോളും പിക്കോയും മഷറാനയും അതുപോലെ തന്നെ ഡാനി ആൽവസും ഡേവിഡ് വില്ലയും റാക്കിഡിച്ചും പെഡ്രോയും അങ്ങനെ ഒരുപാട് താരങ്ങൾ ലോക ഫുട്ബോളിൽ ഒരുപാട് പേരെടുത്തിട്ടുള്ള താരങ്ങളുടെ ആ ഒരു നിര തന്നെയായിരിക്കും ഏതൊരു ഫുട്ബോൾ ആരാധകൻ്റെ മനസ്സിലേക്കും ബാർസലോണനെ പറ്റി പറയുമ്പോൾ ഓടി വരിക. അതിന് കാരണമുണ്ട്. കാരണം അന്ന് അവർ യൂറോപ്യൻ ഫുട്ബോളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓളം എന്ന് പറയുന്നത് ക്ലബ് ഫുട്ബോളിലെ ഒരുപാട് നേടപ്പെട്ട ഒരു ഓളം തന്നെയായിരുന്നു. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഇനിയേസ്റ്റ, സാവി, മെസ്സി, സുവാരസ്, നെയ്മർ ഈ ഒരു ട്രയം ആ ഒരു ക്ലബിൽ ഏതൊരു ക്ലബിൻ്റെ എതിരെ കളിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഒരു ആവേശമായിരിക്കും. അതല്ലെങ്കിൽ നമ്മളെ ഉള്ളിലൊക്കെ ഒരു ഭയമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. കാരണം എങ്ങനെയായിരിക്കും ഇനി മത്സരം മുമ്പോട്ട് പോവുക എന്നുള്ളത്. അത്രമാത്രം ഇടനെഞ്ചിലേറ്റിയിരുന്ന ഒരു ക്ലബ് ഫുട്ബോളിനെ ഇടനെഞ്ചിലേറ്റിയിരുന്ന ആരാധകരായിരുന്നു ബാർസലോണയ്ക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് താരങ്ങൾ ഇവരെല്ലാം കളിച്ച ഒരു ക്ലബ്ബ് തന്നെയായിരുന്നു FC ബാർസലോണ എന്ന് പറയുന്നത്. ക്യാമ്പ് നൗവിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാലമായിരുന്നു അത്. എത്ര എൽ ക്ലാസിക്കോ മത്സരങ്ങളാണ് ത്രില്ലടിപ്പിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മത്സരം കാണാനായിട്ട് TV-യുടെ മുമ്പിൽ സ്ക്രീനും തുറന്നു വെച്ച ഒരു കൂട്ടം ആരാധകരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. പിന്നീട് പതിയെ പലരും ആ ഒരു ബ്ലോഗറാനോ ജേഴ്സിയിൽ നിന്നും ഇറങ്ങി പോവാനായിട്ട് തുടങ്ങി. നെയ്മർ പോയി, സുവാരസ് പോയി, ഇനിയേസ്റ്റ പോയി, സാവി എല്ലാം അവസാനിപ്പിച്ച് ആ ക്ലബ്ബ് വിട്ടിറങ്ങി. അങ്ങനെ ഓരോ താരങ്ങളും പടിയിറങ്ങാൻ തുടങ്ങി. അപ്പോഴും ലിയണൽ മെസ്സിയെ ആശ്രയ കേന്ദ്രമാക്കി നടന്നിരുന്ന FC ബാർസലോണ നിലനിന്നിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ആരാധകരൊക്കെ ലിയണൽ മെസ്സിയുടെ പുറകിലുണ്ടായിരുന്നു. അവസാനം ആ ബ്ലോഗറാനോ ജേഴ്സിക്കാരൻ ക്യാമ്പ് നൗവിൻ്റെ സ്വന്തം ദത്തുപുത്രൻ അവിടെ നിന്നും പടിയിറങ്ങുകയാണ്. പിന്നീട് ബാർസലോണൻ്റെ ആരാധകർ മൊത്തമൊന്ന് ആശങ്കയിലായിരുന്നു. ഇനി ആര് വരും രക്ഷിക്കാൻ? അങ്ങനെ ഒരുപാട് താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ലെവൻഡോസ്കിയെ പോലെയുള്ള താരങ്ങളെ കൊണ്ടുവന്നിട്ടും FC ബാർസലോണ എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് ലിയണൽ മെസ്സിയുടെ ആ ഒരു വിടവാങ്ങലോടുകൂടി തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നൊരു ദൃശ്യം നമ്മൾ കാണാനായിട്ട് ഇടയായി. ഒരുപാട് ഇനിയിപ്പോൾ സാമ്പത്തിക തകർച്ച മൂലം അങ്ങനെ ഒരു ക്ലബ്ബ് പിൽക്കാലത്ത് ഒരുപാട് പ്രശസ്തികൾ ഉണ്ടായിരുന്നൊരു ക്ലബ്ബ് തകർന്നടിയുന്ന ദൃശ്യം നമ്മൾ കണ്ടു. ബാർസലോണൻ്റെ കളിയൊന്നും പിന്നീട് കാണാൻ തന്നെ ആൾക്കാരില്ലാത്ത രീതിയിലായി എന്ന് വേണം പറയാൻ. ആരാധകർ പോലും ചിലവർ വരെ തിരിച്ചടിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലബ്ബായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇന്നിതാ എല്ലാ നേട്ടങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിക്കണ്ട് അവർ വീണ്ടും തിരിച്ചു വരികയാണ്. അതിനൊക്കെ അവർക്ക് മുതൽക്കൂട്ടാവുന്നത് അവരുടെ ആ ഒരു അക്കാഡമി ആയിട്ടുള്ള ലാമാസിയ അക്കാഡമിയാണെന്ന് ഓർക്കണം. സാവി എന്ന തന്ത്രജ്ഞൻ ബാർസലോണയിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് കൂടുതലും യുവതാരങ്ങളുടെ പിൻബലത്തിലാക്കി മാറ്റുന്നു. അങ്ങനെ ലാമാസിയയിൽ നിന്നും താരപ്പിറവികൾ വീണ്ടും ഉദയം കൊണ്ടുവരുന്നു. ഇന്ന് ആ ടീമിനെ രക്ഷിക്കാൻ ആ ഒരൊറ്റ അക്കാഡമി തന്നെ ധാരാളമാണ്. പെഡ്രി, ഗാവി, കുബാർസി, യമാല് ഇങ്ങനെ ഒരുപാട് താരങ്ങൾ, ഒട്ടനവധി നിരയാണ് ഇന്ന് ബാർസലോണയ്ക്ക് വേണ്ടിയിട്ട് ലാമാസിയ അക്കാഡമിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുവതാരനിരയായിട്ടുള്ള ഒരു ടീമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് FC ബാർസലോണ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് UCLൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് അവർ എത്തുന്നത്. അതിലും വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ ടീമിൻ്റെ യുവനിര തന്നെയാണ്. ലാമാസിയ എന്ന അക്കാഡമി ഉള്ളിടത്തോളം കാലം ഈ ടീമിനോടുള്ള ഒരു പ്രതീക്ഷകളും അസ്തമിപ്പിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാർസലോണയുടെ പ്രതീക്ഷകൾ മൊത്തം ആ അക്കാഡമി തന്നെയാണ്. ഇന്നൊരു തിരിച്ചുവരവിൻ്റെ വക്കിലാണ് ബാർസലോണ എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ്. അതിനെ രക്ഷകനായിട്ട് അതിനെ നയിക്കുന്നത് തന്നെ ആ ഒരു യുവനിരയാണ്.